ജീവിതത്തിന്റെ ലക്ഷ്യം എങ്ങനെ കണ്ടെത്താം? അതിപ്പോ കണ്ടെത്തൊന്നും വേണ്ട, അത് സ്വാഭാവികമായിട്ട് ഉള്ളിൽ വരും. ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ എൻ്റെ ലക്ഷ്യം നല്ലൊരു ഡ്രൈവർ ആവണമെന്നായിരുന്നു. എന്താ നല്ല ഡ്രൈവർ? സുരക്ഷിതമായി നിയമമനുസരിച്ച് വണ്ടി ഓടിക്കുന്ന ആളൊന്നുമല്ല, പിന്നെ പറന്ന് അതിസ്പീഡിൽ ഓടിക്കുന്ന ആൾ. അങ്ങനെ ആ ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് ബസ്സിൽ എത്ര സീറ്റ് ഉണ്ടെങ്കിലും ഇരിക്കൂല. അക്കാലത്തെ ബസ്സിൽ ഡ്രൈവറുടെ ബാക്കിൽ ഒരു ഇരുമ്പിൻ്റെ കമ്പി ഉണ്ട്, ഇങ്ങനെ അവിടെ പിടിച്ചു നിന്നിട്ട് എങ്ങനെയാണ് ക്ലച്ച്, എങ്ങനെയാണ് ആക്സിലേറ്റർ, എങ്ങനെയാണ് ബ്രേക്ക്, ക്ലച്ചും ആക്സിലേറ്ററും തമ്മിലുള്ള ബന്ധം എന്താണ്, ക്ലച്ചും ഗിയറും തമ്മിലുള്ള ബന്ധം എന്താണ്, എത്ര ആൾക്ക് ഇരിക്കുമ്പോഴാണ് വണ്ടി ഒടിയണത്, ഇതൊക്കെ നോക്കി 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 നിന്ന് അങ്ങനെ ഡ്രൈവിങ് പഠിക്കും. കാരണം വലിയ ഡ്രൈവർ ആവണം, വേറൊന്നുമില്ല. കുറച്ചും കൂടി വലുതായപ്പോഴത്തേക്ക് ഈ പ്രപഞ്ച രഹസ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രജ്ഞനാവണം എന്ന ചിന്തയായി. പിന്നെ ഡ്രൈവറൊക്കെ എപ്പോഴാണ് പോയി എന്നറിയില്ല. പിന്നെ ആൽക്കലികളും ആസിഡുകളും അതും ഇതുമായിട്ടുള്ളൊരു ലോകമായിരുന്നു. 3-4 പെട്ടി എപ്പോഴും ഉണ്ടാവും കൂടെ. എങ്ങോട്ട് പോവുകയാണെങ്കിൽ 2-3 പെട്ടി ഉണ്ടാവും. കുറേ ആസിഡുകൾ, കുറേ ആൽക്കലികൾ, ടെസ്റ്റ് ട്യൂബുകൾ, ബീക്കറുകൾ, അത് ഇത്. ഗവേഷണത്തോട് ഗവേഷണം. എത്ര വീടാ കേടുവരുത്തിയെന്നറിയോ? എത്ര തല്ലാ കൊണ്ടെന്നറിയോ? ഈ കാലിൻ്റെ അടി, മുട്ടിന് താഴോട്ട് അധിക ദിവസം ചോരയായിരിക്കും അമ്മേൻ്റെ അടി കൊണ്ടിട്ട്. കാരണം നിലം ആസിഡൊക്കെ വീണാൽ നിലം കേടുവരില്ലേ? എല്ലാം കേടുവരുത്തി തന്നെയാ പണി. വസ്ത്രങ്ങളൊക്കെ കേടായിരുന്നു, ഒക്കെ തുളഞ്ഞു പോകും. ഇല്ലാത്ത കാശും കൊടുത്ത് വാങ്ങി തന്ന വസ്ത്ര, പക്ഷെ അതിലാണ് ആൽക്കലി വീഴുക, അപ്പോഴത്തെ കരിഞ്ഞു പോകും. അങ്ങനെയായി. കുറച്ചും കൂടി വലുതായപ്പോൾ അത് എപ്പോഴാ കൊഴിഞ്ഞു പോയി എന്നറിയില്ല. പിന്നെ സാഹിത്യങ്ങളുടെ മേഖലയിലേക്കായി. നോവലുകൾ, കഥകൾ, കവിതകൾ എത്രയാ വായിച്ചു കൂട്ടിയെന്നറിയില്ല. അങ്ങനെ അതേസമയത്ത് സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും, കോളേജിൽ പഠിക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അങ്ങനെ വിവേകാനന്ദ സ്വാമികളുടെ കൃതികൾ വായിക്കാൻ ഇടയായപ്പോൾ അറിയാതെ അത് വേദാന്തത്തിലേക്ക് ആകർഷിച്ചു. ആ ആകർഷണം ക്രമികമായി ശങ്കരഭാഷ്യങ്ങളിലേക്ക് ആകർഷിച്ചു. അപ്പോൾ മനസ്സിലുറച്ചു, എൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ഉയർച്ച സന്യാസത്തിലൂടെയാണെന്നുറച്ചു. അങ്ങനെ സന്യാസമാർഗത്തിലേക്ക് വന്നു. ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. എപ്പോഴും സുഖം, എപ്പോഴും സന്തോഷം. സുഖം അല്ലാണ്ട് ഒന്നുമില്ല, എപ്പോഴും സുഖ. അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, സുഖമാണ് ജീവിത ലക്ഷ്യം. ബാക്കിയൊക്കെ മാർഗമാണ്. സന്യാസം ലക്ഷ്യമല്ല, മാർഗമാണ്. ഡോക്ടറാവുക എന്നുള്ളത് ലക്ഷ്യമല്ല, മാർഗമാണ്. എഞ്ചിനീയർ ആവുക എന്നുള്ളത് ലക്ഷ്യമല്ല, മാർഗമാണ്. രാഷ്ട്രീയ മന്ത്രിയാവുക, പ്രധാനമന്ത്രിയാവുക, പ്രസിഡന്റ് ആവുക എന്നുള്ളത് ലക്ഷ്യമല്ല, മാർഗമാണ്. നമ്മുടെ ഒക്കെ ലക്ഷ്യം സമ്പൂർണ്ണ ദുഃഖ നിവൃത്തിയാകുന്ന, നിരതിശയ സുഖപ്രാപ്തിയാകുന്ന മോക്ഷമായിരിക്കണം. അതിന് പറയുന്ന പേരാണ് മോക്ഷം. അല്ലാണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പോണേതോ അവസ്ഥയൊന്നുമല്ല. സുഖം. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നു, ആ സുഖാവണം ലക്ഷ്യം. സുഖം അതിനൊന്ന് ലക്ഷ്യമായി കണക്കാക്കി നോക്കൂ. ഈ പറഞ്ഞത് മനസ്സിലാവണമെങ്കിൽ കുറേ പഠിക്കണേ, അല്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുകയും ചെയ്യും.